ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള പച്ചടിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഈ പച്ചടി. ഇപ്പോൾ ഈ നല്ല ചൂട് സമയം ആയതുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തുള്ള വിഭവങ്ങളാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മാങ്ങ പറിക്കാൻ വേണ്ടി ഞാൻ വീടിൻ്റെ പുറകുവശത്തോട്ട് വന്നതാണ്. അപ്പം ഇപ്രാവശ്യം വളരെ കുറച്ച് മാങ്ങയെ പിടിച്ചിട്ടുള്ളൂ. ഇത് മൂവാണ്ടൻ്റെ ഒരു ചെറിയ സൈസ്, മൂവാണ്ടനല്ല എന്നാലും മൂവാണ്ടനെ പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ സൈസാണ് കേട്ടോ. അത് പഴുക്കുമ്പോൾ നല്ല മധുരമാണ്. അപ്പോൾ ഇവിടെ ഒരു 4 സൈസ് മാവുണ്ട്. അപ്പോൾ ഒന്നിലും ഒരുപാടങ്ങ് മാങ്ങ പിടിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം അധികം ഒന്നും പൂത്തിട്ടൊന്നുമില്ല. എന്തായാലും കയ്യെത്തുന്ന പരുവത്തിൽ മാങ്ങ അടക്കുന്നതുകൊണ്ട് പറിക്കാൻ സൗകര്യമായി, അല്ലെങ്കിൽ തോട്ടിയുടെ ആവശ്യം വന്നാൽ. ഇത് നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല പുളിയുണ്ട്. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് 12 മണി ആ സമയമാണ്. നല്ല കോളുണ്ട്, മഴക്കോളുണ്ട്, അതിൻ്റെ നല്ല ചൂടുമുണ്ട്. അപ്പോൾ എത്ര മഴ പെയ്താലും ചൂടിന് യാതൊരു ശമനവും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ചുനയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. തൊലി കളയുന്നില്ല, തൊലിക്ക് കട്ടിയില്ലാത്തതുകൊണ്ട് ഞാനത് കളയുന്നില്ല. തൊലിക്ക് കട്ടിയുള്ള മാങ്ങ ആണെങ്കിൽ അതേപോലെ അങ്ങ് എടുക്കരുത് കേട്ടോ. ഒന്ന് തൊലി ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ട് മാങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 2 മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നല്ല പുളിയുള്ളത് കൊണ്ടാണ് ചെറിയ 2 മാത്രം എടുത്തത്. അപ്പം മറ്റേത് ഒരെണ്ണം ചമ്മന്തിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്. ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ആവരുത്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല കട്ടത്തൈര്, പുളിയുള്ള കട്ടത്തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. കടുക് അരഞ്ഞും പോകരുത്, അതേപോലെ മാങ്ങ ഒരുപാടങ്ങ് അരഞ്ഞും പോകരുത്. ആ പരുവത്തിൽ നമുക്ക് എടുക്കാം. ഇനി കറി വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കടുകും അതേപോലെ മുളകും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പും ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഒട്ടും തിളച്ച് പോകരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തിളയ്ക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് അരപ്പങ്ങ് വേകുകയും ചെയ്യും, മാങ്ങയും ഒന്ന് വെന്ത് കിട്ടും. ചെറിയ കഷ്ണങ്ങളായിട്ട് മാങ്ങ കിടപ്പുണ്ട്. അപ്പോൾ ഈ ചെറിയ തീയിൽ തന്നെ അത് കിടന്നങ്ങ് വെന്തോളും. ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചെറിയ പത പോലെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പച്ചമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കെല്ലാം ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. അപ്പം ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.